വെൽക്കം ടു എജുബോർഡ്. ലിബാൻ സാറാണ്ടാ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടായിരുന്നു. ന്യൂ ഇയർ ഒക്കെ നല്ല കിടിലായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. സോ എല്ലാവർക്കും നല്ല ആശംസകൾ തരാണ്. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ല എക്സാം ആശംസകളാണ് തരാനുള്ളത്. കാരണം നിങ്ങളുടെ ജനുവരി ലാസ്റ്റ് വീക്കിൻ്റെ മുന്നേ എന്തുണ്ടാകും? നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകും. ഫെബ്രുവരി ആകുമ്പോൾ മോഡൽ എക്സാം ഉണ്ടാകും. പിന്നെ ഫൈനൽ എക്സാം. സോ നിങ്ങൾക്ക് ഇനി പഠനത്തിൻ്റെ പൂരങ്ങളാണ് അല്ലേ? സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങളുടെ ഈ 2 വർഷത്തെ +1 അധ്വാനം അല്ലേ, ഒരിക്കലും അത് വിഫലമായി പോകരുത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ എജുബോർഡിൻ്റെ ടീച്ചേഴ്സും എജുബോർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തരും. നിങ്ങൾ നന്നായി പഠിക്കുക. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലേ? സോ ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഞാൻ ജനറലി ഈ ചാപ്റ്ററിനെ 2 രീതിയിൽ എന്ത് ചെയ്യും? ഞാൻ ബൈഫർഗേറ്റ് ചെയ്യും. ഒന്ന് തിയറി പോർഷൻ, മറ്റൊന്ന് പ്രോബ്ലംസ് ആണ്. സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് നല്ല പ്രോബ്ലം ആണെന്ന് എനിക്കറിയാം. ഉറപ്പാണ് ഈ ഒരു ചാപ്റ്റർ. ഇപ്പോൾ കഴിഞ്ഞ വർഷമാവട്ടെ അതിന് മുന്നത്തെ വർഷമാവട്ടെ 8 മാർക്കിന് ഒരു പ്രോബ്ലം ചോദിക്കും. ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നമ്മുടെ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ ഡിസൊല്യൂഷനുമാണ് സാധാരണ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഈ ചാപ്റ്ററിന് 8 മാർക്കിന് ചോദ്യം ചോദിക്കും. അതൊന്നെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി ആയിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും ഉറപ്പാണ് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അടക്കം 3 മാർക്കിന് എന്ത് ചെയ്യുന്ന ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് +1 മാർക്കിന് എന്തുണ്ടാകും? ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ ഏകദേശം 12 മാർക്ക്, അതായത് നിങ്ങളുടെ 40 മാർക്കിൽ ഏകദേശം 12 മാർക്ക് ഈ ഒരു ചാപ്റ്ററിന് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന് റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ. ഈ റിയലൈസേഷൻ അക്കൗണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള 3 ചാപ്റ്ററും പഠിക്കുന്നില്ല. നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷനിലെ ഡെത്തോ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ആവട്ടെ, അവിടെയൊക്കെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന് വിപരീതമായി മറ്റൊരു അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. സോ ഈ റിയലൈസേഷൻ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രം ഈ ചാപ്റ്റർ പഠിക്കാതെ സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസിന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയും മക്കളെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഉറപ്പാണ് ഈ 12 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇനി അഡ്മിഷൻ ആണ് ഈ ചാപ്റ്ററിനേക്കാൾ ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് എക്സാമിന് ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് അഡ്മിഷൻ ചാപ്റ്ററിന് 8 മാർക്ക് വാങ്ങാനാണ്. ഈ ചാപ്റ്റർ 8 മാർക്ക് ഇപ്പം കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ എക്സാം നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. +2യുടെ എക്സാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ 8 മാർക്ക് ചോദിച്ചത്. അതോ ഒരു 3 മിനിറ്റ് ഉണ്ടെങ്കിൽ ആവറേജ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 3-4 മിനിറ്റ് കൊണ്ട് 8 മാർക്കിന് ക്വസ്റ്റൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും സിമ്പിൾ ക്വസ്റ്റനാണ് ഡിസൊല്യൂഷന് ചോദിച്ചത്. പക്ഷേ അഡ്മിഷനിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റനാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ടൈം സേവ് ചെയ്യുന്നതോടുകൂടി ബാക്കിയുള്ള ചാപ്റ്റർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഈസിലി കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോരോ പോർഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഏതാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലെ തിയറി പോർഷൻ നോക്കാം. അതെന്താണ് തിയറിറ്റിക്കൽ എക്സാമിന് ചോദിക്കുന്നത്? ആദ്യം ഇതിലൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു അല്ലേ? കാരണം ഒന്നിലധികം പാർട്ട്നേഴ്സ് ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഉള്ളത്. അവർ തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ട്. എന്ത്? നമുക്ക് ബിസിനസ് ചെയ്യാം അല്ലേ? ബിസിനസ് ചെയ്യാനുള്ള അഗ്രിമെൻ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള അഗ്രിമെൻ്റ് ഉണ്ട്, ഈ സാലറി വാങ്ങാനുള്ള അഗ്രിമെൻറ്റ്. സോ എല്ലാ കാര്യങ്ങളും അവർ തമ്മിലൊരു അഗ്രിമെൻ്റ് അല്ലേ? അവർ തമ്മിലൊരു ഒത്തുതീർപ്പുണ്ട്. സോ ആ അഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലേ? അഥവാ പാർട്ട്ണർഷിപ്പിനെ മാറ്റി, അതായത് മുൻപത്തെ പാർട്ട്ണർഷിപ്പ് ഇല്ലാതെയായി പുതിയൊരു പാർട്ട്ണർഷിപ്പ് അവിടെ രൂപീകരിക്കപ്പെടും അല്ലേ? സോ പഴയ പാർട്ട്ണർഷിപ്പ് ഇല്ലാതെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ പഴയ പാർട്ട്ണർഷിപ്പ് അത് ഇല്ലാണ്ടാവും. എന്നിട്ട് അത് പുതിയ പാർട്ട്ണർഷിപ്പ് ആക്കും. അതായത് പാർട്ട്ണർഷിപ്പിനെ നമ്മൾ ഡിസൊല്യൂട്ട് ചെയ്യും, എന്നിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് വരും. അതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. പക്ഷേ ഇവിടെ ഒരു പാർട്ട്ണർ എക്സ്ട്രാ വരികയോ അത് അഡ്മിഷൻ, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവുകയോ ചെയ്യുന്നതാണ് എന്ത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള ആ ഒരു ബന്ധം സീസ് ചെയ്യുകയാണെങ്കിൽ, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഒഴിവാക്കുകയാണെങ്കിൽ, അതങ്ങ് നിർത്തിപ്പോവുകയാണെങ്കിൽ, ആ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മാത്രമല്ല സംഭവിക്കുന്നത്, അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. അതായത് ആ പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂട്ട് ആകും, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേം അഥവാ ആ ബിസിനസ് മുഴുവനായിട്ട് എന്ത് ചെയ്യും? ഡിസൊല്യൂട്ട് ആകും. സോ എല്ലാ പാർട്ട്നേഴ്സും, അതായത് വെറുതെ ഒരു പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷനോ റിട്ടയർമെൻറ്റോ സംഭവിച്ചു, ഡെത്തോ സംഭവിച്ചു എന്ന് കരുതി അതൊരിക്കലും ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആവുകയല്ല, വെറും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. എപ്പോഴാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആവുക? സെക്ഷൻ 39 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുന്നുണ്ട്, എല്ലാ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധത്തിലും അല്ലേ അവിടെ ഒരു ഭംഗം സംഭവിക്കുകയാണെങ്കിൽ, അവർ തമ്മിൽ എന്തെങ്കിലും ഡിസൊല്യൂട്ട് ആവുകയാണെങ്കിൽ അതാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഏതെങ്കിലും പാർട്ട്നേഴ്സ് തമ്മിലുള്ള മാറ്റങ്ങളാണെങ്കിൽ, ആ പാർട്ട്നേഴ്സ് തമ്മിലെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അത് വെറും ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഉണ്ടാവുക, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. എല്ലാ പാർട്ട്നേഴ്സും, അതായത് എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയാണെങ്കിലാണ് അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം
അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് അല്ലേ? സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അത് രണ്ടും ശ്രദ്ധിക്കണ്ട, പാർട്ട്ണർഷിപ്പും ഫേമും. സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് പല കാര്യങ്ങളും സംഭവിക്കും, പല രീതിയിൽ സംഭവിക്കും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുകയോ, ഒരു പാർട്ണർ റിട്ടയർ ആവുകയോ, അല്ലെങ്കിൽ ഒരു പാർട്ണർ മരിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ണർ ഇൻസോൾവെന്റ് ആവുകയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് കംപ്ലീറ്റ് ആയി, അഥവാ നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ് ആയി ആ ഒരു വെഞ്ചർ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു എക്സ്പയറി പീരീഡ്, നമ്മൾ 5 വർഷത്തേക്കാണ് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നത്. സോ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ട്ണർഷിപ്പ് ഇല്ല, പിന്നെ പുതിയ പാർട്ട്ണർഷിപ്പ് ആകും. സോ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും? ഡിസൊല്യൂട്ട് ആകും. പക്ഷേ ഈ എല്ലാ കേസിലും പാർട്ട്ണർഷിപ്പിനെ പോലെ തന്നെ ഫേം ഡിസൊല്യൂട്ട് ആവുമോ? ഇല്ല. കാരണം ഫേം ഡിസൊല്യൂട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ അഡ്മിഷൻ ചെയ്താൽ ആ പുതിയ പാർട്ണർ വന്ന് വീണ്ടും അവർ ആ ബിസിനസ് തുടങ്ങും അല്ലേ? ആ തുടങ്ങിയല്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. ഒരു പാർട്ണർ റിട്ടയർ ആവുകയോ മരിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും? പോയവൻ പോയി, നമ്മൾ ബിസിനസ് നടത്തും അല്ലേ? ആ ബിസിനസ് അവിടെ ഒരിക്കലും നിൽക്കുന്നില്ല, ആ ഫേം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അത് എന്തല്ല, അത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം അല്ല, ഡിസൊല്യൂഷൻ ഓഫ് വെറും പാർട്ട്ണർഷിപ്പ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ നമ്മുടെ ബിസിനസ് അവിടെ നിർത്തുക, ഇനി നമുക്ക് ബിസിനസ് ഇല്ല, അത് നിർത്തി ഒഴിവാക്കുകയാണെങ്കിൽ, അതുപോലെ പാർട്ട്നേഴ്സിന്റെ എക്കണോമിക് റിലേഷൻഷിപ്പ്, സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധം, അഥവാ എടാ നമ്മുടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുമ്പോൾ നിനക്കിത്ര, എനിക്കിത്ര, അവനിത്ര, നിനക്കിത്ര സാലറി ആടാ, എനിക്കിത്ര, നിനക്ക് എത്രയാണ്, നമ്മുടെ കമ്മീഷൻ ഇത്രയാണ്. സോ അവർ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ട് അല്ലേ? ആ അഗ്രിമെന്റ്, ആ ഒരു എക്കണോമിക് അഗ്രിമെന്റ്, ആ ഒരു സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടല്ലോ, അത് പൂർണ്ണമായി ഒഴിവാക്കുകയാണെങ്കിൽ, ആ റിലേഷൻഷിപ്പ് മൊത്തം ഒഴിവാക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺവേ ആയില്ലേ എന്താണ് ഫേം, എന്താണ് പാർട്ട്ണർഷിപ്പ്? രണ്ടിൻ്റെയും ഡിസൊല്യൂഷൻ, ഫേമിൻ്റെ ഡിസൊല്യൂഷൻ വേറെ, പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ വേറെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനോട്ടോ, സാറേ മനസ്സിലായിട്ടുണ്ട്, സാറ് ക്ലാസ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. എന്നാലേ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇനി മോശമാണെങ്കിൽ മോശം തന്നെ പറയണം, സാറ് അത് മനസ്സിലായില്ല, സാർ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യും? നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. സോ എന്നാലും എനിക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഉറപ്പാണ് ഈ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ഫേം പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? ടേക്സ് പ്ലേസ് ചെയ്യും. ഏതൊക്കെ വഴികളിലൂടെയാണ്? ഒന്നാമത്തത് ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് ആണ്. അതായത് കറക്റ്റായിട്ട് ഈ 5 വഴികളിലൂടെ അല്ല, ഇതിന് പല ചേഞ്ചസ് പല ബുക്സിലും പല ആൻസേഴ്സ് ആണ് പറയുക. പക്ഷേ ജനറലി നമുക്ക് പഠിക്കാനുള്ളത് ഈ 5 വഴികളാണ്. എന്താണ്? ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ്. അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി പരസ്പരം തീരുമാനം അവിടെ നിർത്തുക, ഇനി നമുക്ക് മുന്നോട്ട് പോകില്ല. ഒന്നെങ്കിൽ ബിസിനസ് നല്ല ലോസിലായിട്ടാകാം, അല്ലെങ്കിൽ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റായിട്ടാകാം. എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും? അവരെല്ലാവരും പരസ്പരം എല്ലാവരും കൺസെന്റ്, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ബിസിനസ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, നിർത്തുന്നുണ്ടെങ്കിൽ അതാണ് ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പൽസറി ഡിസൊല്യൂഷൻ. എന്താ കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ചില സാഹചര്യങ്ങൾ, സോ ഇത് ഓരോ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്നുണ്ട്. കമ്പൽസറി ഡിസൊല്യൂഷൻ ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്, അതുപോലെ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഉണ്ട്. ഇതിലെ ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് എന്താണ്? അത് വളരെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നാണ്. ഡിസൊല്യൂഷൻ ബൈ നോട്ടീസും വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസി, ഇത് മൂന്നും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തോന്നും ഇത് ഡിസൊല്യൂഷൻ ബൈ കോർട്ടാണോ, അല്ലെങ്കിൽ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ് ആണ്, ഇതിൽ ഏതാണോ എന്നുള്ളത് പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ആ കൺഫ്യൂഷനൊക്കെ തീർത്തരാം. ഇതിലെ ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് ബിസിനസ് മൊത്തം നിർത്തിയേ തീരുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് അൺലോഫുള്ളായി, അത് നിയമപരമല്ലാതെയായി, നിയമം അതിനെ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, ഇല്ലീഗലായി മാറി. സോ ആ ബിസിനസ് ഇവിടെ കമ്പൽസറി ഒഴിവാക്കേണ്ടി വരും. ഇനി അല്ലെങ്കിൽ ഒരു പാർട്ണർക്ക് ബാക്കി എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് ആയി, അല്ലെങ്കിൽ മരിച്ചുപോയി. സോ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? എല്ലാവരും ഇൻസോൾവെന്റ് ആയാലും എന്ത് ചെയ്യും? നമുക്ക് പിന്നെ മരിച്ചു പോകുന്നതല്ല, ഇൻസോൾവെന്റ് ആകുന്ന കേസിൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ? ബാക്കിയുള്ള ആ പാർട്ട്നേഴ്സിന് ഒരിക്കലും ഈ ഒരു ബിസിനസിന്റെ കോൺട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, കാരണം അവർ ഇൻസോൾവെന്റ് ആണ്. സോ അങ്ങനത്തെ കേസിലൊക്കെയാണ് എന്തുണ്ടാവുക? കമ്പൽസറി ഡിസൊല്യൂഷൻ സംഭവിക്കാം. പിന്നുള്ളത് എന്താണ്? ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസി. ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ് നിർത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വെഞ്ചർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അഥവാ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്. ആ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബിസിനസ് കൊണ്ട് കാര്യമുണ്ടോ? കഴിഞ്ഞു, അതെന്ത് ചെയ്യും? അതങ്ങനെ ഒഴിവാകും. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരു പ്രത്യേക ഒരു ഫിക്സഡ് ഒരു ടൈം 5 വർഷം 3 വർഷത്തേക്കാണ് ബിസിനസ് എന്ന് വിചാരിക്കുക. സോ 3 വർഷം കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഇല്ലാണ്ടായി, ആ ബിസിനസ് എന്ത് ചെയ്യും? നിൽക്കും. ഇനി അല്ലെങ്കിൽ ഡെത്ത് ഓഫ് പാർട്ട്നേഴ്സ് ഒക്കെ മരിച്ചു പോകണമെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഒക്കെ ഇൻസോൾവെന്റ് ആയി പോകുന്ന സാഹചര്യങ്ങൾ. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇത് പരസ്പരം കണ്ടോ, ഇവിടെ കമ്പൽസറി ഡിസൊല്യൂഷനിൽ പറഞ്ഞു ഇൻസോൾവെന്റ് ആവുന്ന കേസ്. സോ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാകും? ഒരു മാച്ചിങ് ഉണ്ടാകും. പക്ഷേ ആക്ച്വലി ഇതെന്താണ്? ചിലത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആവുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് കാര്യമായി കണ്ട, അത്തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ അതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇതെന്താ, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഉണ്ടാകും, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, അല്ലാണ്ട് ഇതിന്റെ ടൈപ്സിന്റെ എക്സാമ്പിൾസിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇനി ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ഒരു പാർട്ട്ണർ എന്ത് ചെയ്തു? ഒരു നോട്ടീസ് കൊടുത്തു. അതായത് എടാ നിർത്തല്ലേ ബിസിനസ് എന്ന് പറഞ്ഞാൽ അയാൾ നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുത്തതനുസരിച്ച് ബാക്കിയുള്ളവർ നിർത്തുകയാണെങ്കിൽ അതിനാണ്
ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ് എന്താണ്? ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. എന്താ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതി ഇടപെട്ട് ബിസിനസ് നിർത്തുക അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിനെ ഡിസോൾവ് ചെയ്യുന്ന കേസാണെന്ത് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ഇപ്പോൾ കോടതി ഇടപെടുക? ഇപ്പോൾ കോടതിക്ക് തോന്നുകയാണ്, അതായത് കോടതിയാണ് എന്താ നമ്മുടെ മൊത്തത്തിലെ നീതി വ്യവസ്ഥ നോക്കുന്നതാണ് കോടതിയിലെ നമ്മുടെ നീതി ന്യായ വ്യവസ്ഥ ഇതാണ് കോടതി. അപ്പം ബിസിനസ് നല്ല നീതിപൂർവ്വമല്ല പോകുന്നത് എങ്കിൽ അവിടെ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാലാണ് കോടതി എന്ത് ചെയ്യുക യഥാർത്ഥത്തിൽ ഇടപെടുക. ഫോർ എക്സാമ്പിൾ ഒരു പാർട്ട്ണർക്ക് ഭ്രാന്തായി, ഇൻസെയിനായി. അപ്പം ഈ പാർട്ട്ണർ ഭ്രാന്താകുമ്പോൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്തെയും കോടതിയെ സമീപിക്കും. ബിസിനസ് അയാൾ ഭ്രാന്തായി, അയാൾക്ക് ബിസിനസ്സിൽ ഇടപെടാൻ പറ്റില്ല. സോ അപ്പം എന്ത് ചെയ്യണം? ഇയാളെ ഷെയർ ബാക്കി ഒരാൾ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? പാർട്ട്ണർഷിപ്പിൽ ഒരാളെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും കൺസെൻറ്റ് വേണം. അതുപോലെ ഒരു പാർട്ട്ണർ ഈ പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടീസ്, അയാൾ ഡ്യൂട്ടീസ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒരു പാർട്ട്ണർ മാറി. അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണർ എന്ത് ചെയ്തു? സ്ഥിരമായി മിസ്കണ്ടക്ട് തെറ്റുകൾ ചെയ്ത് നമ്മുടെ ബിസിനസ്സിനെ കൊളാക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മുടെ പാർട്ട്ണർഷിപ്പിന് അഗ്രിമെൻ്റ് ഒക്കെ എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ നമ്മുടെ പാർട്ട്ണർഷിപ്പിന് അത് ബുദ്ധിമുട്ടാവുമെങ്കിൽ അങ്ങനത്തെ കേസ്, അഥവാ ഇവിടെ ഒരു അൺലോഫുൾ നിയമപരമായ എല്ലാവരുടെ രീതിയിലാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മുടെ കോടതി ഇടപെടും. അതുപോലെ ഒരാളുടെ ഇൻട്രസ്റ്റ് അയാൾ മറ്റൊരാൾക്ക് കൊടുത്തു, അതായത് എൻ്റെ ബിസിനസ് മൊത്തം എൻ്റെ ഷെയർ നീ എടുത്തോ, ഇനി നീ എൻ്റെ പകരം ബിസിനസ് നടത്തിക്കോ എന്ന് പറഞ്ഞു. ഇനി അല്ലെങ്കിൽ നമ്മുടെ ഫേമിന് നഷ്ടത്തിലല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി, അഥവാ കോടതി കണ്ടു ഈ ബിസിനസ് ഇനി എത്ര മുന്നോട്ട് പോയാലും അവർ നഷ്ടത്തിലേ പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നഷ്ടം കൂടുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ല. കാരണം അവർ കടം വാങ്ങിയിട്ടൊക്കെ ബിസിനസ് നടത്തുക. കാരണം നമ്മളതിന് എത്ര നമ്മൾ പൈസ ചിലവാക്കും, അങ്ങനെ കടം വാങ്ങിയത് മറ്റുള്ളവർക്ക് നഷ്ടമാകും. അതൊരു എന്ത് ചെയ്യും? ക്രമസമാധാനത്തിന് എതിരാകും അല്ലേ? സോ അതും ബുദ്ധിമുട്ടാണ്. ഇനി അല്ലെങ്കിൽ ഇൻ എനി ഗ്രൗണ്ട് വിച്ച് ദ കോർട്ട് മേ think that the business is not equity and just and equitable അല്ല, അഥവാ നമ്മുടെ ബിസിനസ് നീതിപൂർവ്വമല്ല, അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? കോടതി ആ ഒരു ബിസിനസ്സിനെ ഡിസൊല്യൂട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. സോ ഇത്തരം കേസുകളാണ് കോടതി ഇടപെട്ടിട്ട് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. സോ ഈ ഡിസൊല്യൂഷൻ ബൈ കോർട്ടിന് ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഈ ഡിഫറെൻറ്റ് ടൈപ്സുകൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിൽ തിയറിറ്റിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസൊല്യൂഷൻ ബൈ പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസുകൾ. സോ ഇത് നല്ല ശ്രദ്ധിച്ച് വെച്ചോളൂ. ഇതിലൊരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചോ. 4 അല്ലെങ്കിൽ 3 പോയിന്റ് ചോദിക്കും. 4 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക്. കഴിഞ്ഞ 2017, 18, 19 വർഷം 3 വർഷം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം 2017 മുതലുള്ള ഓൾമോസ്റ്റ് അല്ല 17 മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകട്ടോ, എനിക്കത് ഉറപ്പില്ല, മിക്കവാറും ഉണ്ടാവേണ്ടത് തന്നെയാണ്. 17 ശേഷം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നോക്കാം. ടെർമിനേഷൻ ഓഫ് ബിസിനസ്. പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ടെർമിനേറ്റ് ആവുമോ ഇല്ലയോ? ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്താൽ ബിസിനസ് ടെർമിനേറ്റ് ആവുമോ? ഇല്ല, ആ ബിസിനസ് അവിടെ നിലനിൽക്കില്ല, ബിസിനസ് ടെർമിനേറ്റ് ആവില്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഡിസൊല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ബിസിനസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അത് ഒഴിവാക്കും. സോ ഇവിടെ എന്ത് ചെയ്യും? ബിസിനസ് ടെർമിനേറ്റ് ആകും. രണ്ടാമത് ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് എൻഡ് ആകും, അത് അവസാനിക്കുമെന്നാണ്. സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അസറ്റും ലൈബിലിറ്റീസിനെയും എന്ത് ചെയ്യും? ഇവിടെ അസറ്റ്സും ലൈബിലിറ്റീസും ചെയ്യും നമ്മൾ റീവാല്യൂ ചെയ്യില്ല. അസറ്റ്സും ലൈബിലിറ്റീസും നമ്മൾ റീവാല്യൂ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യും, എന്നിട്ട് ലൈബിലിറ്റീസിനൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത് കോടതി ഇടപെടുമോ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന് ഡിസൊല്യൂട്ട് ചെയ്യുമ്പോൾ കോടതി ഒരിക്കലും ഇടപെടില്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ നമ്മൾ എന്ത് ചെയ്തു? ചിലപ്പം കോടതി ഇടപെടും. എങ്ങനെ? നമ്മൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ടൈപ്സ് ഓഫ് ഡിസൊല്യൂഷനിലെ ലാസ്റ്റ് ടൈപ്പ് എന്ത് ചെയ്യും? ചിലപ്പം കോടതി ഇടപെടാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് എക്കണോമിക് റിലേഷൻഷിപ്പ്. ഇവിടെ പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ റിട്ടയർ ആകുമ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആകുമ്പോൾ എക്കണോമിക് റിലേഷൻഷിപ്പ് ചേഞ്ച് ആകും അല്ലേ? എക്കണോമിക് റിലേഷൻഷിപ്പ് ചേഞ്ച് ആകും. ചേഞ്ച്ഡ് ഫോമിൽ കണ്ടിന്യൂ ചെയ്യും. അതായത് മുൻപത്തെ ഫോം അല്ല, ആ ഫോമിൽ ഒരു ചേഞ്ച് വരുത്തും. അഥവാ നമ്മുടെ ബന്ധത്തിൽ ചെറിയ മാറ്റം വന്ന് ആ മാറ്റം കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യില്ല, ആ ഒരു മാറ്റമൊന്നുമല്ല, ആ ബിസിനസ് മൊത്തം ഇല്ലാണ്ടാവും. അഥവാ ആ എക്കണോമിക് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി കംസ് ടു ആൻ എൻഡ്. അതെന്ത് ചെയ്യും? എല്ലാ റിലേഷൻഷിപ്പും എന്ത് ചെയ്യും? അവിടെ ഇല്ലാണ്ടാകും. നെക്സ്റ്റ് എന്താണ്? ബുക്സ് ക്ലോസ് ചെയ്യും. ഇവിടെ ബുക്സ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ ബുക്സ് ക്ലോസ് ചെയ്യും. അഥവാ ഈ റീവാലുവേഷൻ അക്കൗണ്ടും പിന്നെ എന്തുണ്ടാകും? ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ബുക്സ് ക്ലോസ് ചെയ്യില്ല, ആ ബാലൻസ് ഷീറ്റ് അവിടെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ബുക്സ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിനെ ഡിസ്മാൻഡിൽ ചെയ്ത് റിയലൈസേഷൻ അക്കൗണ്ട് ആക്കി ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒക്കെ വീതിച്ചു കൊടുക്കും. സോ പിന്നെ എന്തുണ്ടാവില്ല? നമ്മുടെ കയ്യിൽ ഒരു ബുക്സ് ഉണ്ടാവില്ല, ബുക്സൊക്കെ ഇല്ലാണ്ടാകും. അതർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പ് മാത്രമേ മാറുള്ളൂ. ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കൂല അല്ലേ? ഇല്ല, അതർ ഡിസൊല്യൂഷൻ സംഭവിക്കൂല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കുമ്പോൾ ഫേം ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഇപ്പം 4 പേര് ബിസിനസ് ചെയ്യാം, അവരെന്ത് ചെയ്ത് ആ ബിസിനസ് നിർത്തി പോവുക. അപ്പോൾ ആ ബിസിനസ് നിർത്തുന്നതോടൊപ്പം തന്നെ ആ പാർട്ട്ണർഷിപ്പും കൂടി നിന്നോലെ. ബിസിനസ് ഇല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ ഇവർ പാർട്ട്ണർഷിപ്പ് ആയത്. ഞാൻ ബിസിനസ് ഇല്ലാണ്ടായി പിന്നെ പാർട്ട്ണർഷിപ്പ് ഇല്ലാണ്ടായാവൂലേ? അപ്പോൾ അതാ മക്കൾ എന്താണ്? ബിസിനസ്സും പോയി, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് പോകും. അപ്പം
ഫേം ഡിസൊല്യൂട്ട് ചെയ്യുമ്പോൾ കമ്പൽസറിലി അവിടെ എന്തുണ്ടാകും, ആ പാർട്ട്ണർഷിപ്പും കൂടി അതിനുള്ളിൽ ഡിസൊല്യൂട്ട് ആകും. പക്ഷേ പാർട്ട്ണർഷിപ്പ് മാത്രം ഡിസൊല്യൂട്ട് ആകുമ്പോൾ എന്താവില്ല, ഫേം ഡിസൊല്യൂട്ട് ആവില്ല. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, അതർ ഡിസൊല്യൂഷൻ വരും. സോ ഇവിടെ 6 പോയിന്റ്സ് ഉണ്ട്. ഈ 6 4 നിങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ആ 4 ചിലപ്പോൾ 5 പഠിച്ചു, ചിലപ്പോൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നാലോ, 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നാൽ 5 പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. അടുത്തത് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്. നമ്മുടെ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെക്ഷൻ 48 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന് സെക്ഷൻ 48 ആണ് പറയുന്നത്. എന്ത്, നമ്മുടെ അസറ്റ്സുകളൊക്കെ വിറ്റിട്ട് ലൈബിലിറ്റീസ് ഒക്കെ കൊടുത്ത് ഒഴിവാക്കണം. അതെങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് അല്ലേ, നമ്മൾ ലോസ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റ് നിന്ന് എടുത്തിട്ടാണ് ആ ലോസ് വീട്ടേണ്ടത്. എന്നിട്ടും ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ് അത് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടേണ്ടത്. ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ അഥവാ നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ കൊടുത്തിട്ട് എന്നിട്ടും നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ലോസ് പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കണം. അഥവാ എല്ലാ ലോസ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഇനിയും ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്വന്തം കയ്യിൽ സ്വന്തം വീട് വിറ്റിട്ടോ സ്വന്തം കാറ് വിറ്റിട്ടോ എന്ത് വിറ്റിട്ടാണെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് ഈ ലോസ് തിരിച്ചു കൊടുത്ത് വീട്ടിയിരിക്കണം. ഇതാണ് നമ്മുടെ സെക്ഷൻ 48 പറയുന്നത്. മാത്രമല്ല എന്തുണ്ട്, നമ്മളൊരു അസറ്റ് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പൈസ കിട്ടും അല്ലേ. നമുക്ക് അസറ്റുകളൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് കുറേ പൈസ കിട്ടും. ഈ പൈസ ഒക്കെ നേരെ പാർട്ട്നേഴ്സ് എടുക്കാൻ പറ്റുമോ, പറ്റൂല. അതിനൊരു രീതിയുണ്ട്. ആദ്യം ഈ അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ആദ്യം എന്ത് യൂസ് ചെയ്യണം, ആദ്യം ഡെപ്റ്റ് ഓഫ് ദ ഫേം ടു ദ തേർഡ് പാർട്ടി. എന്താ തേർഡ് പാർട്ടി? ഫസ്റ്റ് പാർട്ടി ബിസിനസ്, സെക്കൻഡ് പാർട്ടി ഓണേഴ്സ് അല്ലേ. ഓണേഴ്സും ബിസിനസ്സും ആണ് ഫസ്റ്റും സെക്കൻഡ് പാർട്ടി. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് തേർഡ് പാർട്ടി. അപ്പം പുറത്തുനിന്ന് ആരുടെയെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോണ്, ബിൽസ് പേബിള്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അടക്കണം. എന്നിട്ട് ആ തേർഡ് പാർട്ടീസിന് കൊടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ലോണ്, പാർട്ട്നേഴ്സിൻ്റെ അഡ്വാൻസ് അഥവാ ക്യാപിറ്റൽ അല്ലാത്ത ചില എമൗണ്ടുകൾ പാർട്ട്നേഴ്സിന് കൊടുക്കാനുണ്ടാകും. അവർ തരുന്ന ലോൺ അല്ലേ, പാർട്ട്നേഴ്സ് ലോൺ കൊടുക്കൂലേ, പാർട്ട്നേഴ്സ് ചിലപ്പം അഡ്വാൻസ് വരുമല്ലോ ബിസിനസ്സിലേക്ക്. സോ അങ്ങനെ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, വീട്ടണം. എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് അഥവാ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടാവില്ലേ, ആ ക്യാപിറ്റൽ ബാലൻസ് കൊടുത്ത് ഒഴിവാക്കണം. അഥവാ ആദ്യം നമ്മൾ പുറത്തുള്ള ആൾക്കാരെ കടം വീട്ടാം, പിന്നെ പാർട്ട്നേഴ്സിനെ കടം വീട്ടാം, എന്നിട്ട് പാർട്ട്ണറുടെ ബാലൻസ് ഷീറ്റിൽ ഒരു ക്യാപിറ്റലിൻ്റെ ബാലൻസ് ഉണ്ടാവില്ല, അഥവാ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ഉണ്ടാവില്ലേ, മൂന്നാമതാണ് ആ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ വീട്ടേണ്ടത്. ഇനി ഇതും വീട്ടി കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷറിയാണ്. ആ ബാലൻസ് മൊത്തം പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിക്കുക. അഥവാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100 രൂപ കിട്ടിയായിരിക്കാം, ആദ്യത്തെ എമൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കടം വീട്ടുക. എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കടം വീട്ടുക. എന്നിട്ടും ബാലൻസ് എങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുക. എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സ് അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യുക, വീതിച്ചെടുക്കുക. ഇനിയാണ് പ്രൈവറ്റ് ഡെപ്റ്റും ഫേം ഡെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അഥവാ പ്രൈവറ്റ് ഡെപ്റ്റ് പറഞ്ഞാൽ എന്താ, സ്വകാര്യമായിട്ടുള്ള കടം, മറ്റേതെന്താ ഫേംസ് ഡെപ്റ്റ്. ഇപ്പം സ്വകാര്യമായ കടം ഉണ്ടെന്ന് വിചാരിക്കാം, സ്വകാര്യമായ കടം. ഇപ്പം എൻ്റെ പേഴ്സണൽ ഡെപ്റ്റ്, എനിക്കൊരു കടം ഉണ്ടെങ്കിൽ ഞാൻ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്ത് കടം വീട്ടാൻ പറ്റുമോ, പറ്റൂല. കാരണം എൻ്റെ സ്വകാര്യമായ കടം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സ്വത്തുക്കൾ വിറ്റ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് വേണം വീട്ടാൻ. അപ്പം പ്രൈവറ്റ് ഡെപ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേമിൻ്റെ പൈസ കൊണ്ട് നമുക്ക് വീട്ടാൻ പറ്റില്ല. ഇനി ഫേംസ് ഡെപ്റ്റ്, ഫേമിനൊരു കടം വന്നാൽ എന്ത് ചെയ്യും, കടം വന്നാൽ എന്ത് ചെയ്യണം, നമ്മൾ ഫേമിൻ്റെ കടം വീട്ടുക. അതായത് ഫേമിൻ്റെ പൈസ കൊണ്ട് ഫേം കടം വീട്ടുക. എന്നിട്ടും ആ ഫേമിൻ്റെ കടം വീടുന്നില്ല. അതായത് ഫേമിന് ഒരുപാട് കടം, ആ കടം മൊത്തം ഫേമിൻ്റെ പൈസ എടുത്തിട്ട് വീട്ടി, എന്നിട്ടും ഫേമിൻ്റെ കടം തീർന്നില്ല. അഥവാ നമ്മുടെ ബിസിനസ്സിൻ്റെ പക്കാ നഷ്ടത്തിലായിരിക്കും. നമ്മുടെ മുഴുവൻ അസറ്റ് വിറ്റിട്ടും നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റുന്നില്ല. എന്നിട്ട് ബാക്കി നഷ്ടം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പൈസ എടുത്ത് ചെയ്യണം, നമ്മളിത് വീട്ടേണ്ടി വരും. അഥവാ നമ്മുടെ സ്വന്തം വീട് വിറ്റിട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫേമിൻ്റെ കടം വീട്ടേണ്ടി വരും. സോ ഇതിലെ കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അസറ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ കടം തീർക്കുക. നമ്മുടെ അസറ്റ് വിൽക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ കടം തീർക്കുക. എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഫേമിൻ്റെ കടം തീർത്താൽ മതി. അപ്പം നമ്മുടെ പേഴ്സണൽ അസറ്റ് വിൽക്കുമ്പോൾ ആദ്യം പേഴ്സണൽ കടം തീർക്കുക. എന്നിട്ട് വേണമെങ്കിൽ അഥവാ ഫേമിന് വീണ്ടും കടം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഫേമിന് കൊടുത്താൽ മതി. ഇനി ഫേമിൻ്റെ ഡെപ്റ്റ് ആണെങ്കിൽ ഫേമിൻ്റെ ഡെപ്റ്റ് ഫേമാണ് ആദ്യം വീട്ടേണ്ടത്. അഥവാ ഫേമിൻ്റെ അസറ്റ് വിറ്റിട്ട് എന്ത് ചെയ്യും, ഫേം വീട്ടുക. എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈവറ്റ് ഡെപ്റ്റ് എടുത്ത് എന്ത് ചെയ്യണം, ഫേമിന് ആ ഒരു കടം വീട്ടാം. സോ ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. സെറ്റല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട പ്രോബ്ലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അഥവാ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട്. എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട്? ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ വർഷത്തെ ഫൈനൽ എക്സാമിനും 8 മാർക്കിന് അതോടൊപ്പം തന്നെ ചിലപ്പോൾ 5 മാർക്കിനും എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാകും. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും റിയലൈസേഷൻ ഉണ്ടാക്കും. ഞാൻ തരുന്ന വാക്കാണ്, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രോബ്ലം വരും. സെറ്റല്ലേ? നമുക്ക് നോക്കാം. പിന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല, നിങ്ങൾ ക്ലാസ് ലൈക്ക് ചെയ്യാൻ വിടരുത് കേട്ടോ.
ഉറപ്പാണ്. ലൈവിലാവുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ക്ലാസ് ലൈക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ റിയലൈസേഷൻ അക്കൗണ്ട് എന്താ? നമ്മൾ ആദ്യം നമ്മുടെ അസറ്റ്സുകളൊക്കെ വിറ്റ് നമ്മുടെ ബാധ്യതകളൊക്കെ കൊടുത്ത് ഒഴിവാക്കൂലേ. സോ അങ്ങനെ ഒഴിവാക്കുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലോസ് അതറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മുടെ ആദ്യം ചെയ്യേണ്ട എന്താണ്, നമ്മുടെ അസറ്റുകളൊക്കെ സെയിൽ ചെയ്യണം അല്ലേ, എന്നിട്ട് ലയബിലിറ്റീസ് ഒക്കെ സെറ്റിൽ ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് അതിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ത് ചെയ്യണം, നമ്മൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. അത് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. സോ അത് ആ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തിട്ട് പാർട്ട്നേഴ്സിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് ആ പാർട്ട്നേഴ്സിന് എത്രയാണോ കൊടുക്കാനുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിലൂടെയോ ബാങ്ക് അക്കൗണ്ടിലേക്കോ നമ്മൾ കൊടുക്കും. സോ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ, നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാകും അല്ലേ. ആ ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ അസറ്റുകളൊക്കെ വിറ്റ് ലയബിലിറ്റീസ് ഒക്കെ കൊടുത്ത് ഒഴിവാക്കാം. എന്നിട്ട് അതിൽ ലാഭമോ നഷ്ടം ഉണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുക, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. അപ്പം ബാലൻസ് ഷീറ്റ് പോയി, റിയലൈസേഷൻ അക്കൗണ്ടും കഴിഞ്ഞു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ മാത്രം. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലെ ബാലൻസ്, അതായത് നമ്മുടെ കൊടുക്കാനുള്ള കടങ്ങ് വീട്ടി അസറ്റുകളൊക്കെ വിറ്റ് ഒഴിവാക്കിയപ്പോൾ ബിസിനസ്സിൽ ഇനി ഒന്നുമില്ല, പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് എമൗണ്ട് എത്രയാണോ ആ ബാലൻസ് എമൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ കൊടുക്കുക. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അഥവാ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലെ ബാലൻസും ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസും രണ്ടും ഈക്വൽ ആയിരിക്കും. അത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്താൽ എന്തായി, നമ്മുടെ ബുക്സ് മൊത്തം ക്ലോസ് ആയി, ബുക്സ് ഇല്ലാണ്ടാകും. സോ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 4 സ്റ്റെപ്പാണുള്ളത്. നോക്കി വെക്കുക, 4 മുദ്രകൾ, 4 സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താ സ്റ്റെപ്പ് നമ്പർ 1, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ലേ, ബാലൻസ് ഷീറ്റിന്റെ ഈ സൈഡിൽ എന്തുണ്ടാകും, അസറ്റ്, ഈ സൈഡിൽ എന്തുണ്ടാകും, അസറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ സൈഡിൽ എന്തുണ്ടാകും, ലയബിലിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ഈ ലയബിലിറ്റീസ് എടുത്തിട്ട് ഈ സൈഡിൽ എഴുതുക, അസറ്റ് എടുത്തിട്ട് ഈ സൈഡിൽ എഴുതുക. അഥവാ അസറ്റുകളൊക്കെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുക, ലയബിലിറ്റീസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റുക. എന്തെല്ലാം, നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ്, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഐറ്റംസ്, ക്യാഷ്, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ, റിസർവുകളൊക്കെ എന്താണ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇത് മൂന്നുമല്ലാത്ത എല്ലാ ഐറ്റംസും ഇങ്ങോട്ട് മാറ്റും. അപ്പം എന്താണ്, ക്യാഷ്, ക്യാപിറ്റലും റിസർവും പിന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇതല്ലാത്ത എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുക. എങ്ങനെ, ലയബിലിറ്റീസ് ഒക്കെ ഈ സൈഡിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ്, ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അയ്യോ പോയല്ലോ, ഇവിടെ വരച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാ. ഇവിടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വരെ കണ്ടോ. ഇതെന്താ, ഇതാണ് ലയബിലിറ്റീസ്. എന്താണ് ലയബിലിറ്റീസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, അസറ്റുകൾ എന്തെല്ലാണ്, ക്യാഷ് ഇല്ലാത്ത എല്ലാ അസറ്റും, എന്തൊക്കെ അസറ്റുകളൊക്കെ ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ എല്ലാ അസറ്റും റെക്കോർഡ് ചെയ്യേണ്ട, ബാലൻസ് ഷീറ്റിൽ എന്തെല്ലാമാണ് അസറ്റിൽ അത് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ വാല്യൂ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സ് ഒരു 5000 ഉണ്ട്. സോ സൺഡേ ക്രെഡിറ്റർ 5000, ബിൽസ് പേബിൾ ഇല്ല, അപ്പോൾ ബിൽസ് പേബിൾ ഇവിടെ എഴുതണ്ട, വിട്ട ബിൽസ് പേബിൾ ബാലൻസ് ഷീറ്റിൽ ഇല്ലെങ്കിൽ എഴുതണ്ട, അഥവാ ഉണ്ടെങ്കിൽ അത് എഴുതണം. ഇനി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു 500 ഉണ്ടെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 500, ബാലൻസ് ഷീറ്റ് അതേ എമൗണ്ട് ഇവിടെ എഴുതുക. ഇനി അസറ്റ് കണ്ടോ, ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000 ഉണ്ടെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു 5000 ആണെങ്കിൽ അത് ഇവിടെ 5000. ഫർണിച്ചർ ഇല്ലാന്ന് വിചാരിക്കാം, സോ ഫർണിച്ചർ എഴുതണ്ട, ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇത് ജസ്റ്റ് ഫോർമാറ്റ് ആയതാണ് എല്ലാ ഐറ്റംസും ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റായില്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഈ അസറ്റ് നമ്മൾ വിൽക്കണം, ഈ ലയബിലിറ്റീസ് ഒക്കെ കൊടുത്ത് ഒഴിവാക്കണം. സോ ഇത് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രണ്ടാമത്തെ ക്രോസ് ഉണ്ടോ, ഇങ്ങോട്ടേക്ക് ഈ അസറ്റ് വിൽക്കുമ്പം ഇപ്പം ഓരോ അസറ്റും വിൽക്കും. ഇപ്പം 4-5 അസറ്റ് വിറ്റ്, 5 അസറ്റ് വിറ്റാൽ ടോട്ടൽ ഒരു എമൗണ്ട് കിട്ടൂലേ. ഫസ്റ്റ് ഇത് 10,000, പിന്നെ 12,000, പിന്നെ 18,000, 9,000. സോ ഇത് ടോട്ടൽ എമൗണ്ട് നോക്കുക. ഈ അസറ്റ് വിറ്റിട്ട് മൊത്തം നമുക്ക് എത്രയാണോ ക്യാഷ് കിട്ടുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം, ക്യാഷ് ഓർ ബാങ്ക് സെയിൽ ഓഫ് അസറ്റ് വിൽക്കുന്നതിലൂടെ കിട്ടുന്ന മൊത്തം എമൗണ്ട് ഇവിടെ റെക്കോർഡ് ചെയ്യാം. അഥവാ അത് അസറ്റുകൾ ഇവിടെയാണ്, അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന മൊത്തം എമൗണ്ട് ഒരൊറ്റ ലൈനിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എഴുതാം. പോയിന്റ് മനസ്സിലായില്ല? ഈ അസറ്റ് നമ്മൾ വിൽക്കൂലേ, വിറ്റാൽ അല്ലേ, ഒരു അസറ്റ് അല്ല ഒരുപാട് അസറ്റുകൾ വിൽക്കും. എല്ലാ അസറ്റ് വിറ്റാൽ മൊത്തം നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ഇല്ലേ, ആ വാല്യൂ എന്ത് ചെയ്യുക, ഇവിടെ ടോട്ടൽ വാല്യൂ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, സെയിൽ ഓഫ് അസറ്റ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം, ഈ ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ലയബിലിറ്റീസ്, ഇത് നമ്മൾ കൊടുത്ത് ഒഴിവാക്കല്ലേ. ഇവർക്ക് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഒഴിവാക്കല്ലേ, ക്യാഷ് കൊടുത്താലല്ലേ ഈ ലയബിലിറ്റീസ് വീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തം എത്ര ക്യാഷാണ് കൊടുക്കുന്നത്, അതിവിടെ ക്യാഷ് ഓർ ബാങ്ക്, പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്, മൊത്തം എമൗണ്ട്. അപ്പം ഓരോന്ന് വിൽക്കുമ്പോൾ ഓരോ ലൈൻ എഴുതണ്ട, അതിൻ്റെ മൊത്തം വിറ്റ് എമൗണ്ട് എഴുതിയാൽ മതി. സെറ്റല്ലേ, സെറ്റ്. ഇനി ചിലപ്പം അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, 1 കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ്, ചില അസറ്റ് ചില ലയബിലിറ്റീസ് പാർട്ട്നേഴ്സ് ഏറ്റെടുക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം, കാർ മെഷീനറി അല്ലേ. അപ്പം ഒരു പാർട്ട്ണർ പറഞ്ഞു എനിക്കൊരു കാറിൻ്റെ ആവശ്യമുണ്ട്, ആ കാർ ഞാൻ എടുത്തോളാം,
അപ്പം അവിടെ ക്യാഷ് കൊടുത്തിട്ടാണോ കാർ വിറ്റത്? അല്ല, ഒരു പാർട്ട്ണർ എടുക്കുക ചെയ്തത്. ഇനി ചില ലയബിലിറ്റീസ് ഉണ്ടാകും. അപ്പോൾ പറഞ്ഞു എടാ ആ ബാങ്കിൽ ലോൺ ഉണ്ടല്ലോ അത് ഞാൻ അടച്ചോളാം. എടാ അയാൾക്ക് പൈസ കൊടുക്കാനല്ലേ, അയാൾ എനിക്കറിയാം, ഞാൻ ആ പൈസ കൊടുത്തോളാം. സോ അങ്ങനെ എന്ത് ചെയ്യും, ചിലപ്പോൾ പാർട്ട്നേഴ്സ് ഏതെങ്കിലും ലയബിലിറ്റീസ് ഏറ്റെടുക്കും. അങ്ങനെ പാർട്ട്നേഴ്സ് ഏതെങ്കിലും അസറ്റോ ലയബിലിറ്റീസോ ഏറ്റെടുക്കുകയാണെങ്കിൽ, അസറ്റ് ഏറ്റെടുത്താൽ ഇവിടെയാണോ? അല്ല, ഇവിടെ ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അവരേതെങ്കിലും അസറ്റ് ടേക്കൺ ബൈ പാർട്ട്നേഴ്സ് ഏതെങ്കിലും അസറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ വരും. അപ്പോൾ ഒരു പാർട്ട്ണർ 2 അസറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 എഴുതുക. ഇനി 2 പാർട്ട്നേഴ്സ് ആണ് 2 അസറ്റ് എടുത്തെങ്കിൽ 2 പാർട്ട്നേഴ്സിന് പേര് എഴുതുക. എന്നിട്ട് 2 പേരുടെ നേരിലും എത്രയാണോ അവരെടുത്തത് അത് എഴുതുക. ഇനി എന്താ ലയബിലിറ്റീസ് ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ പേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് ബൈ ക്യാഷ് ഓർ ഇതിവിടെ അല്ലല്ലോ, പേയ്മെന്റ് ഇതിവിടെ നിൽക്കട്ടെ, ഇതല്ല ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി അസ്യൂംഡ് ബൈ പാർട്ട്ണർ. ഏതെങ്കിലും ലയബിലിറ്റി പാർട്ട്ണർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ വരിക. സോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു അസറ്റോ ലയബിലിറ്റീസോ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതാണ്. ഇനിയാണ് നാലാമത്തെ സ്റ്റെപ്പ്. എന്താ നാലാമത്തെ സ്റ്റെപ്പ്? റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടാകും. എന്താ റിയലൈസേഷൻ എക്സ്പെൻസ്? നമുക്ക് ഈ സാധനങ്ങളൊക്കെ വിൽക്കാനും അത് കൊടുത്ത് ഒഴിവാക്കാനും ഒക്കെ കുറച്ച് ചിലവില്ലേ, കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അത് വാങ്ങാനും വിൽക്കാനൊക്കെ പോകുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാകും. ഈ മൊത്തം എക്സ്പെൻസിനെ നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. എന്താണ് റിയലൈസേഷൻ എക്സ്പെൻസ്? അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് എന്ത് ചെയ്യുക, മൊത്തം ഒന്നെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എവിടെ കൊടുക്കണം, ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. ഇനി ചിലപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ ക്യാഷ് ആയി കൊടുക്കില്ല. ഏതെങ്കിലും പാർട്ട്ണർ പറയും എടാ ആ റിയലൈസേഷൻ എക്സ്പെൻസ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയും അല്ലേ. അപ്പം അയാൾ ഏറ്റെടുത്താൽ, അഥവാ ഏതെങ്കിലും ലയബിലിറ്റി ഏറ്റെടുക്കുന്ന പോലെ ഒരു പാർട്ട്ണർ റിയലൈസേഷൻ എക്സ്പെൻസ് ഏറ്റെടുത്താൽ അയാളെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ ലയബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അതേപോലെ റിയലൈസേഷൻ അക്കൗണ്ട് ഏറ്റെടുക്കുമ്പോഴും അയാളെ പാർട്ട്ണർ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യാം. സെറ്റാണോ? 4 സ്റ്റെപ്പാണ്. ഈ 4 സ്റ്റെപ്പോട് കൂടി റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ എന്താണ്, അത് ലോസ് ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അതെന്താണ്, പ്രോഫിറ്റ് ആണ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സിന് അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യുക, നമ്മൾ വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെബിറ്റ് സൈഡിൽ 10,000 ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 12,000 ആണ്. ഡെബിറ്റ് സൈഡിൽ 10,000, ക്രെഡിറ്റ് സൈഡിൽ 12,000 ആണ്. സോ 12,000, 2,000 പ്രോഫിറ്റ് അല്ലേ. സോ 2,000 എന്ത് ചെയ്യണം, രണ്ടാളും എയും ബിയും ഉണ്ട്, രണ്ടാൾക്ക് ഈക്വൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ 1000 എക്ക് 1000 ബിക്ക്. ഇപ്പോൾ 2,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1000 എ 1000 ബി, രണ്ടുപേർക്ക് ഈക്വലായിട്ട് വീതിച്ചു. ഈക്വൽ ആയിട്ടാണെങ്കിൽ അവരുടെ ഷെയർ എത്രയാണോ ആ ഷെയർ, ഇപ്പം 3:1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 3:1 ആകുമ്പോൾ എന്താ 1500 500 ഉണ്ടാവുക. കാരണം 3:1 ആണെങ്കിൽ 1:1 ആണെങ്കിൽ 1000 ആണ്. സോ അങ്ങനെ വീതിച്ചു കൊടുക്കുക. ഈ 4 സ്റ്റെപ്പോട് കൂടി എന്ത് ചെയ്യും, നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഇത്ര ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ഒരു 5-6 ഐറ്റംസ് മാക്സിമം ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ. 2 സൈഡിലും കൂടി മാക്സിമം പോയ 5-6 ഐറ്റംസേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാം. സെറ്റല്ലേ? ഈ റിയലൈസേഷൻ അക്കൗണ്ട് ഒന്നെങ്കിൽ 5 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. ഉറപ്പാ മക്കളെ, നിങ്ങളിത് ശ്രദ്ധിച്ചോളൂ. സെറ്റല്ലേ? റിയലൈസേഷൻ അക്കൗണ്ട് മനസ്സിലായില്ലേ? ഇനി ഇതിൽ ശ്രദ്ധിക്കണം. ഇപ്പം ഈ വാല്യൂ, അതായത് ഈ ഫസ്റ്റത്തെ വാല്യൂ, ഇനിയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ ഒരു കാര്യം പറയും. ഈ ഫസ്റ്റത്തെ വാല്യൂ എന്താ, ബാലൻസ് ഷീറ്റുള്ള ഐറ്റംസ് ആണ് ചെയ്യേണ്ടത് അല്ലേ. പിന്നെ ക്യാഷ് ബാങ്ക് ഒക്കെ എഴുതൂലേ, അത് ശരിക്കും വിൽക്കുമ്പോൾ കൊടുത്ത എമൗണ്ട് എഴുതേണ്ടത്. ഇവിടെ ബാലൻസ് ഷീറ്റുള്ള വാല്യൂ ചെയ്തത് അവർ വിൽക്കുമ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ പാർട്ട്ണർ എത്ര രൂപ, ഇപ്പം 5,000 രൂപേൻ്റെ ഐറ്റം ഉണ്ട്, 5,000 രൂപേൻ്റെ ഒരു മെഷീനറി ഉണ്ട്. ഞാൻ പറഞ്ഞു എടാ അത് 3,000-നാണ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. സോ അപ്പം ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 3,000 റെക്കോർഡ് ചെയ്യുന്നത്, ഇവിടെ 5,000 തന്നെ. അതായത് ഫസ്റ്റ് സൈഡിൽ ബാലൻസ് ചെയ്ത് അതേ എമൗണ്ട് ആവേണ്ടത്. പക്ഷേ ഇവിടെ അവർ എത്രക്കാണ് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ എത്രക്കാണോ അത് വിൽക്കുന്നത്, അല്ലെങ്കിൽ എത്രക്കാണോ അത് കൊടുത്തു ഒഴിവാക്കുന്നത്, അതാണ് ഇവിടെയും റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞത്, ഒരു മെഷീനറി ഉണ്ട് 5,000 രൂപേൻ്റെ, 5,000-ൻ്റെ മെഷീനറി ഉണ്ട്, അത് വിറ്റുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്തോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പം ഒരു ഐറ്റത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ബാലൻസ് ഷീറ്റിലുള്ള അതേ വാല്യൂവിൽ നമ്മൾ വിറ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ കൊടുത്ത് ഒഴിവാക്കിയെന്ന് ഉദ്ദേശിക്കുക. അപ്പം ഈ മെഷീനറി 5,000 ഉണ്ട്, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ 5,000 രൂപ ആ മെഷീനറി വിറ്റു എന്നാണ് അതിനെക്കൊണ്ട് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇനി ഒരു ക്രെഡിറ്റർ ഉണ്ട്, അതിൻ്റെ 4,000 രൂപയാണ്. പക്ഷേ ആ ക്രെഡിറ്റർ നമ്മൾ കൊടുത്തോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ പാർട്ട്ണർ ഏറ്റെടുത്തോ അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് ബാലൻസ് ഷീറ്റിൽ ആ ക്രെഡിറ്റർ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലെങ്കിൽ ആ ക്രെഡിറ്റർ നമ്മൾ കൊടുത്ത് ഒഴിവാക്കി, എത്ര, ആ 4,000 തന്നെ ആ വാല്യൂ എത്രയാണോ അതേ വാല്യൂവിൽ കൊടുത്ത് ഒഴിവാക്കി എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. എന്നിട്ട് ഈ ബാലൻസ് എന്ത് ചെയ്യുക, നേരെ പാർട്ട്നേഴ്സ്, അതായത് ഈ പ്രോഫിറ്റോ ലോസോ നേരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ ബാലൻസ്, അഥവാ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ടോട്ടൽ ചെയ്ത് അതിൻ്റെ ബാലൻസ് എന്ത് ചെയ്യുക, നേരെ ബാലൻസ് ഷീറ്റിലേക്ക് നേരെ ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ റിയലൈസേഷൻ അല്ല ഡിസൊല്യൂഷൻ്റെ മൊത്തം പ്രോബ്ലവും തീരും. സെറ്റല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി റിലേറ്റ് ചെയ്ത് 2017 ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, നമുക്ക് നോക്കാം. റാണി, പ്രീതി ആൻഡ് മീര 3 പേര് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. അവരുടെ ബാലൻസ് ഷീറ്റ് ആണ് താഴെ പറയുന്നത്. ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് കേട്ടോ.
സൺട്രി ക്രെഡിറ്റർ, റിസർവ് ഫണ്ട്, ക്യാപിറ്റൽ, റാണി, പ്രീതി, മീര. സോ ടോട്ടൽ 31,500 രൂപയാണ് അവരുടെ ടോട്ടൽ ഉള്ളത്. സോ നിങ്ങൾ നോക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക കണ്ടോ, ഇവിടെ ഇത് റിയലൈസേഷനിലേക്കുള്ളതാ. സൺഡേ ക്രെഡിറ്ററും റിസർവ് ഫണ്ടും ക്യാപിറ്റലും ഇവിടെ ഉള്ളതാ, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കുള്ളതാ അല്ലേ. ക്യാഷ് ഇൻ ഹാൻഡ് എവിടേക്കുള്ളതാ, ക്യാഷ് അക്കൗണ്ടിലേക്കുള്ളതാ. ബാക്കി സ്റ്റോക്ക്, ഡെപ്റ്റ്, ഫർണിച്ചർ ഇതൊക്കെ എന്താ, ഇതൊക്കെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്കുള്ളതാ. അപ്പം ഇവിടെ തന്നെ കണ്ടോ, ഇവിടെ കുറച്ച് നേരത്തെ റിയലൈസേഷൻ കണ്ടപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു അല്ലേ. അത്രയൊന്നുമില്ല, സിമ്പിൾ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഐറ്റംസിന് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താ, ഇതൊക്കെ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ഇതല്ല, ക്വസ്റ്റ്യൻ തീർന്നില്ല, ഇനിയും കാര്യങ്ങൾ എന്താണ്. ദേ ഡിസൈഡഡ് ടു ഡിസോൾവ് ദ ബിസിനസ് ഡിസോൾവ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ദ അസറ്റ്സ് ഇല്ലേ, നമ്മുടെ അസറ്റുകളൊക്കെ റിയലൈസ്ഡ് അസ് ഫോളോസ്. ഓരോ അസറ്റും എങ്ങനെ റിയലൈസ് ആയത്, ഇവിടെ 4 അസറ്റ് ഉണ്ട്. സോ നോക്കാം, സ്റ്റോക്ക് 3,500, ഡെപ്റ്റ് 3,750, ഫർണിച്ചർ 7,500. അപ്പം 3 ഐറ്റംസ് അല്ലേ. പ്ലാന്റ് ആൻഡ് മെഷീനറി 10,000, 4 അസറ്റും വിറ്റ് ഒഴിവാക്കി. ഇനി ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഒരു അസറ്റിൻ്റെ ഇപ്പം പ്ലാന്റ് ആൻഡ് മെഷീനറിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ അർത്ഥം, പ്ലാന്റ് ആൻഡ് മെഷീനറി 9,000 രൂപയ്ക്ക് വിറ്റു എന്ന് അർത്ഥം. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിൽ വിറ്റു എന്ന് അർത്ഥം. പക്ഷേ ഇവിടെ പറഞ്ഞ് 10,000 വിറ്റത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് 10,000 വിറ്റു എന്ന് റെക്കോർഡ് ചെയ്യണം. ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് 450, അത് ക്യാഷായി കൊടുത്താണോ, അല്ല അത് റാണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം, റാണി ക്രെഡിറ്റേഴ്സ് 5% കുറച്ചാണ് കൊടുത്തത്. അപ്പോൾ മൊത്തം ക്രെഡിറ്റേഴ്സിന് 5% കുറച്ച് ബാക്കി അവർക്ക് കൊടുത്തിട്ടുള്ളൂ. There was an unrecorded asset. Unrecorded asset. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ, അത് ശ്രദ്ധിക്കണം. അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണ്ട, ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട. അഥവാ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അൺറെക്കോർഡഡ് അസറ്റ് വേണ്ട. സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അഥവാ നമ്മൾ അസറ്റും ലൈബിലിറ്റീസും കൊടുത്ത് ഒഴിവാക്കുമ്പോൾ അവിടെ അൺറെക്കോർഡഡ് അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. എങ്ങനെ, എത്ര രൂപക്കാണോ ആ അൺറെക്കോർഡഡ് അസറ്റ് വിറ്റത് ആ എമൗണ്ട് ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി അൺറെക്കോർഡഡ് അസറ്റ് പാർട്ട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് ആ പാർട്ട്ണറുടെ പേരിൽ എഴുതാം. ക്യാഷിനാണെങ്കിൽ ക്യാഷ് ചെയ്താൽ, പാർട്ട്ണർ എടുത്താണെങ്കിൽ പാർട്ട്ണർ എഴുതാം. ഇനി ലൈബിലിറ്റി ആണെങ്കിൽ അൺറെക്കോർഡ് ലൈബിലിറ്റി കൊടുത്ത് ഒഴിവാക്കുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എമൗണ്ട് എഴുതാം. ഇനി ഒരു പാർട്ട്ണറാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ആ പാർട്ട്ണറുടെ പേരിൽ എമൗണ്ട് എഴുതാം. അത്രയേ ഉള്ളൂ കേട്ടോ, അത്ര കാര്യങ്ങൾ ഇതിലുണ്ടാവുകയുള്ളൂ. സോ അൺറെക്കോർഡഡ് അസറ്റ് എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യും. സോ ആ 750 അൺറെക്കോർഡ് അസറ്റിൻ്റെ വാല്യൂ. പക്ഷേ അത് 500 രൂപയ്ക്ക് എന്ത് ചെയ്തു, നമ്മുടെ പ്രീതി എടുത്തു. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രീതിനെ റെക്കോർഡ് ചെയ്താൽ മതി. അവിടെ എന്ത് ചെയ്യേണ്ട, 750 റെക്കോർഡ് ചെയ്യേണ്ട, ഈ 500 റെക്കോർഡ് ചെയ്താൽ മതി. എത്ര രൂപക്കാണ് അത് എടുത്തത് അത് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അത് പ്രീതിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. സോ പ്രിപ്പയർ നെസറി അക്കൗണ്ട് ഫോർ ഡിസൊല്യൂഷനിൽ വേണ്ട നെസറി അക്കൗണ്ട്സ് എന്തൊക്കെ, റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ക്യാഷ് അക്കൗണ്ടും. സോ ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, അസറ്റുകൾ ഇതാണോ, ക്യാഷ് ആയിരിക്കുക, ബാക്കിയുള്ള അസറ്റൊക്കെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റലും റിസർവുകളും ഒഴികെ ബാക്കിയൊക്കെ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. സോ നോക്കാം, സ്റ്റോക്ക്, ഡെപ്റ്റ്, ഫർണിച്ചർ, പ്ലാന്റ് കണ്ടോ, ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട്. എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് ഓഫ്, ആളുടെ പേരെന്താ, റാണി പ്രീതി മീര, RPM as on 31 മാർച്ച് 2017. എന്തൊക്കെ, ഡെബിറ്റ് സൈഡ് പാർട്ടിക്കുലേഴ്സ് അല്ലേ, ഡെബിറ്റ് സൈഡിലെ പാർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇത് ക്രെഡിറ്റ് സൈഡ് സെറ്റ് അല്ലേ. ഇനി എന്ത് ചെയ്യണം നോക്കാം, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റർ, ഫർണിച്ചർ അല്ലേ, പ്ലാന്റ് സ്റ്റോക്ക് ഡെപ്റ്റർ, ഫർണിച്ചർ, പ്ലാന്റ് അല്ലേ, സ്റ്റോക്ക്, ഡെപ്റ്റർ, ഫർണിച്ചർ, പ്ലാന്റ്. സ്റ്റോക്ക് ഇവിടെ ആണോ, അടി തോന്നുന്നുണ്ടല്ലോ, സ്റ്റോക്ക് ഇവിടെ, അസറ്റൊക്കെ ഈ സൈഡിൽ എഴുതേണ്ടത്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ, പ്ലാന്റ് ആൻഡ് മെഷീനറി, പിന്നെന്തുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ടുള്ളത്, ഫർണിച്ചർ. സോ നോക്കാം, 3,500 4,890, 3,500 4,890, 3,500 4,000 8,000 9,000 അല്ലേ. ഫർണിച്ചർ 9,000, ഫർണിച്ചറാണ്, പ്ലാന്റ് ആൻഡ് മെഷീൻ ആയല്ലോ 9,000 ഉള്ളത്. ഫർണിച്ചർ എത്രയാണ്, ഫർണിച്ചർ 8,000 ആണ്. സോ ഇത് 8,000 മറ്റേ 9,000 ആണ് അല്ലേ. ഓക്കെ 9 8 9,000 8,000 3,500 സെറ്റ്. ഇനി ലൈബിലിറ്റീസ് എന്താ ഉള്ളത്, ലൈബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് ഉള്ളത് അല്ലേ. ക്രെഡിറ്റേഴ്സ് എത്രയാ, ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ എത്രയുള്ളത്,
3000 രൂപയാണ്. സോ നമ്മൾ 3000 എഴുതി. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നോക്കുക 1 2 3 4 5 2.5 മാർക്ക് ഇപ്പം തന്നെ കിട്ടി. 2.5 മാർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുന്നതോടുകൂടി കിട്ടി. ഇനി അടുത്ത കാര്യം എന്താ, ഇനി നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കണം. സോ നോക്കാം 10000 13500 14 20 10000 13500 20 21 24750. സോ 24750 24750 എന്ത് ക്യാഷ്. അതായത് ഈ പറയപ്പെട്ട 4 അസറ്റ് നമ്മൾ ക്യാഷിന് വിറ്റു, റിയലൈസ്ഡ് ആണോ. ദ അസറ്റ്സ് വേർ റിയലൈസ്ഡ്. എങ്ങനെ? മെഷീനറി 10000, സ്റ്റോക്ക് 3500, ഡെപ്റ്റർ 3750, ഫർണിച്ചർ 7500. ഇത് നോക്കി 8 11 21 24750 രൂപക്കാണിത് വിറ്റ്. സോ ക്യാഷ് ഓർ ബാഗ്. ഇപ്പോൾ ക്യാഷ് ആണ്. സോ ക്യാഷ് എന്ത് ചെയ്തു 24750 നമ്മൾ റെക്കോർഡ് ചെയ്തു. അടുത്ത ഐറ്റം എന്താണുള്ളത് നോക്കാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. റിയലൈസേഷൻ എക്സ്പെൻസ് 450. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് ഏത് സൈഡിലാണ് എഴുതേണ്ടത്? അത് ഈ സൈഡിലാണ് എഴുതേണ്ടത് അല്ലേ? ഈ സൈഡിലാണ് റിയലൈസേഷൻ എക്സ്പെൻസ് എഴുതേണ്ടത്. സോ എന്താണ്, ക്യാഷ് ആണോ അല്ലെങ്കിൽ ബാങ്ക് ആണോ? അല്ല. ആരാത് എടുത്തത്? റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ബൈ റാണി. സോ റാണി CPL. റാണി CPL ഒക്കെ എത്രയാണ്? 450 അല്ലേടാ? 450 രൂപ. സോ ആരാണ് എടുക്കുന്നത് അയാൾ പേരിലാണ് ഇത് എന്ത് ചെയ്യണത്, റെക്കോർഡ് ചെയ്യണത്. ഇനി അടുത്ത എന്താണ്, ക്രെഡിറ്റേഴ്സ് വേർ പെയ്ഡ് 5% ലെസ്. അപ്പോൾ ക്രെഡിറ്റർ മൊത്തം എത്ര? 3000. 3000ൻ്റെ 10% 300, 5% 150. അപ്പോൾ 150 കുറച്ച് ബാക്കി എത്ര? 2850. ഇത്ര രൂപ എന്ത് ചെയ്തു? ഇതെന്താ ഇങ്ങനെ നമ്മുടെ പെന്നിന് എന്തോ കഴിക്കുന്നത്? 2850 രൂപക്ക് എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്തു. അപ്പം എങ്ങനെ പേ ചെയ്തത്? ക്യാഷ് എടുത്താണ് ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്തത്. അടുത്തായിട്ട് എന്താ, ദർ വാസ് ആൻ അൺറെക്കോർഡഡ് അസറ്റ്. 750 രൂപേൻ്റെ അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ട്. അത് പ്രീതി എടുത്തു. എത്ര? 500 രൂപക്ക്. സോ 500 രൂപ അസറ്റ് കൊടുക്കുമ്പോൾ ഈ സൈഡിൽ എഴുതേണ്ടത് പ്രീതിയാണ് എടുത്തത്. സോ പ്രീതി കുഴങ്ങിട്ടോ. ഇനി എന്താണോ, വേറെ ഒന്നുമില്ല, പ്രിപ്പയർ നെസറി അക്കൗണ്ട്സ്. സോ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. ഇവിടെ നോക്കാം 24750, 27750, 28250 അല്ലേ? 24750, 27250, 28250. ഇത് ടോട്ടൽ 28750. അപ്പോൾ ഈ സൈഡ് എത്ര ഉണ്ടാകും? 3500. ഇത് 500, 500ഉം 4000, 8000, 16000, 25000. 25000 പ്ലസ് 27800, 27800 ഉണ്ടാവും അല്ലേ? 27800 അല്ലേ? കറക്റ്റ് അല്ലേ? 27800. നോക്കി ടോട്ടൽ ചെയ്ത് നോക്കി. 9000 പ്ലസ് 8000 17000 പ്ലസ് 4000 21000, 21000 പ്ലസ് 3000 24000, 24000 25000, 25000 പ്ലസ് 27800 27800 കറക്റ്റ് എത്ര? 27800 ആണ്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 1450 രൂപയാണ് ഡിഫറൻസ് ഉള്ളത്. എത്രയാണ്? 1450 രൂപ ഡിഫറൻസ് ഉണ്ട്. യെസ് അല്ലേ? 1450 രൂപ. നോക്കാം 28250. ഈ സൈഡിൽ എത്ര? 28250 ഉണ്ടാവും. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 27800 കിട്ടും. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ഉണ്ടോ? 27800ഉം 28250 എത്ര? ഡിഫറൻസ് 450. എത്ര? 450 ആണ് ഡിഫറൻസ് ഉള്ളത്. എത്ര? 450. അപ്പം 450 ഈ സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് 450 കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് സൈഡിൽ ചെയ്താൽ എത്ര? 450. ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലുണ്ട്. ക്യാഷ്. ഇനി എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ആരൊക്കെ? റാണി, RPM, റാണി, പ്രീതി, മീര. എങ്ങനെ? 450 3 പേർക്കും വീതിക്കണം. എങ്ങനെ വീതിക്കുക? ഇവിടെ റേഷ്യോ എത്ര? 2:2:1. അപ്പം 450 എന്താ 2:2:1. 2:1 എന്ന് പറയുമ്പോൾ 2/5, 2/5, 1/5. അങ്ങനെ 5 കിട്ടിയത്. 2 + 2 + 1 5 അല്ലേ? 5 ഷെയറിന് അതിലെ 2 റാണിയിലെ 90 രൂപ. 2 റാണി 90 150 രൂപ, 150 രൂപ, 90 രൂപ. അപ്പം 150 റാണിക്കും പ്രീതിക്കും 150 രൂപ. 150 റാണിക്കും പ്രീതിക്കും. മീരക്കത്തെ 90 കിട്ടുള്ളൂ. സോ 2 സൈഡ് ഈക്വൽ ആയില്ലേ? 2 സൈഡും ടോട്ടലായി ഈക്വലായി. ഇനിയാണ് എന്ത് ചെയ്യണത്, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ
പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മുതൽ അഡ്മിഷൻ മുതൽ റിട്ടയർമെൻറ്റ് മുതൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഉറപ്പാണ് എല്ലാ ഫൈനൽ എക്സാമിനും എല്ലാ ക്രിസ്മസ് എക്സാമിനും എല്ലാ ഓണം എക്സാമിനും 100% ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ആ വയ്യാവേര് നിങ്ങൾ ഈ ചാപ്റ്ററിലും എന്താ പറയുക നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഉറപ്പാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അത് എന്ത് ക്വസ്റ്റൻ ആണെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടാകും. സോ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഫസ്റ്റ് എന്ത് ചെയ്യണം? RPM റാണി, പ്രീതി, മീര, പർട്ടിക്കുലേഴ്സ് ആണല്ലേ. പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് സൈഡ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എസ് ഓൺ 31 മാർച്ച് 2017. RPM ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് സൈഡാ? പർട്ടിക്കുലേഴ്സ്. ഫസ്റ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് ആണ്. എവിടുന്ന് ആ ബാലൻസ് കിട്ടുക? ബാലൻസ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. 10,000 5,000. സോ 10,000 5,000.5,000. ഇനി എന്തുണ്ട്? ഇവിടെ റിസർവ് ഉണ്ട്. റിസർവ് പാർട്ട്നേഴ്സിനുള്ളതല്ലേ 3,500. ഈ 3,500 എങ്ങനെ? 2:2:1 2/5 2/5 1/5 എത്ര? 1,400 700. സോ എന്ത് ചെയ്യണം? റിസർവ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ 1,400 700 എന്താണ്? ബൈ റിസർവ് അല്ലേ, ബൈ റിസർവ്. ഇനി എന്താ ഉള്ളത്? ബാലൻസ് ഷീറ്റ് മൊത്തം കഴിഞ്ഞു. ബാലൻസ് ഷീറ്റിലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, റിസർവ്, ക്രെഡിറ്റേഴ്സ്, അസറ്റ് ഒക്കെ ക്യാഷ് ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി ക്യാഷ് മാത്രമേ ബാലൻസ് ഷീറ്റിലുള്ളൂ. അതും കൂടി ട്രാൻസ്ഫർ ചെയ്താൽ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ഇല്ലാണ്ടാകും. ഇവിടെ ഒന്നും നമുക്ക് നോക്കാനില്ല. നമ്മൾ നോക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 450 ഉണ്ട്. ആരെ പേരാ? റാണി. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഡെബിറ്റ് ആണെങ്കിൽ അവിടെ റിയലൈസേഷനിൽ റാണിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ഉണ്ടെങ്കിൽ റാണിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ വേണം. സോ ക്രെഡിറ്റ് സൈഡിൽ ബൈ റിയലൈസേഷൻ റാണി 450 രൂപ. അടുത്തതാരാ? ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് ഉണ്ട് 150 90. സോ ബൈ റിയലൈസേഷൻ പ്രോഫിറ്റ്, ബൈ റിയലൈസേഷൻ 180 പിന്നെ 90. അപ്പം ഈ സൈഡ് എന്താ ഉള്ളത്? ഇവിടെ ആകെ പ്രീതി എന്തുണ്ട്? 500 രൂപക്ക് അണ്ടർ ക്വാർട്ടർ അസറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം പ്രീതി ഇവിടെ ക്രെഡിറ്റ് ആണെങ്കിൽ അവിടെ ഡെബിറ്റ്. അപ്പോൾ ഡെബിറ്റിൽ എന്താണ്? ടു റിയലൈസേഷൻ പ്രീതി മാത്രമല്ലേ? പ്രീതി 500 രൂപ. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യണം. സോ 5,790 രൂപ ഇവിടെ വരും. 5,790. ഇവിടെ 11,580 വരും. ഇവിടെ എത്ര വരും? 11,800 അല്ലേ? 11,800 11,900 12,030 രൂപ. എത്ര? 12,030. ഇത് കറക്റ്റ് അല്ലേ? 10,000 11,400 11,800 11,900 12,030 രൂപ. സോ 12,030. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ ചെയ്യണം അല്ലേ? സോ ഈ 5,790 5,790 തന്നെ ഇവിടെ ഉണ്ടാവും അല്ലേ? 5,790 അതിൽ മാറ്റമില്ല. ടു ക്യാഷ് ഇവിടെ എത്ര? ഇവിടെ 11,580 അല്ലേ? 580. അതിൽ 11,080 ഉണ്ടാകും. 11,080 ഉണ്ടാകും. ഇവിടെ എത്ര ഉള്ളത്? 12,030 ആണ്. സോ ഇതിൽ മാറ്റമില്ല, 12,030 തന്നെ. അതായത് ഈ പറയപ്പെട്ട ഇവിടെ ആകെ റാണിൻ്റെ അക്കൗണ്ടിൽ മാത്രമേ എന്തുള്ളൂ? റാണിയല്ല, പ്രീതിയുടെ അക്കൗണ്ടിൽ മാത്രമേ 500 ഡെബിറ്റ് സൈഡിലുള്ളൂ. ബാക്കി ഇതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ വരിക. അതെന്ത് ചെയ്യുക? നമ്മൾ ബാലൻസ് ചെയ്യുക. അതായത് 5,790 ഇവിടെ, 12,030 ഇവിടെ, രണ്ട് സൈഡും ഈക്വലാണ്. ഇനി എന്താ? ഇവിടെ 11,580 ഉണ്ട് അല്ലേ? അതിൽ 500 അല്ലേ? കാരണം റിയലൈസേഷൻ 500 ഉണ്ട്. 500 കുറച്ച ബാക്കി 11,080 രൂപ. ഇനിയാണ് നമ്മുടെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവസാനമായി ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ +1 പഠിച്ചതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ എന്തുണ്ടാകണം? ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. സോ രണ്ട് സൈഡാണ് എന്ത്? ക്യാഷ് അക്കൗണ്ടിന് റെസീപ്റ്റ് amount, പേയ്മെൻറ്റ് amount. ഇത് ക്രെഡിറ്റ് ആണ്, ഇത് ഡെബിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് എസ് ഓൺ 31/3/2017. ഓക്കെ, കഴിഞ്ഞിപ്പോയി.
ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എവിടെ നിന്ന് റെക്കോർഡ് ചെയ്യേണ്ടത്? ക്യാഷ് ഇൻ ഹാൻഡ് 7000. ബാലൻസ് ഷീറ്റിലെ അവസാനത്തെ ഐറ്റമിനെയും നമ്മൾ ഇവിടുന്ന് കടത്തുകയാണ്, നമ്മൾ നാട് കടത്തുകയാണ്. ബാലൻസ് ഷീറ്റ് നാട് കടത്തി 7000 എങ്ങോട്ടേക്ക്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് 7000, 7000 റുപ്പീസ്. ഇനി എന്താ ഉള്ളത്? ഇനി റിയലൈസേഷനിൽ ഒരു ഐറ്റംസ് ഉണ്ട്. എന്താ കണ്ടോ? റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് 24,750 ഉണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 24,750 എഴുതണം. എത്ര? 24,750. എന്താണ്? ടു റിയലൈസേഷൻ 24,750 രൂപ. സെറ്റ്. ഇനി എന്താ ഉള്ളത്? ഇവിടെ ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഡെപ്റ്റർ പ്ലാന്റ്, ഇവിടെ ഒന്നും ക്യാഷ് ഇല്ല. ഇനി ക്യാഷ് എവിടെ ഉള്ളത്? നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. കണ്ടോ? ഇവിടെ ലാസ്റ്റ് ഇവിടെ ഈ സൈഡിലല്ല, ഈ സൈഡിൽ ടു ക്യാഷ്. നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണോ അതാണ് ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ ആര്? റാണിക്ക് 12,030 രൂപ. ബൈ റാണി 12,030 രൂപ. ബൈ പ്രീതിക്ക് എത്ര? 11,080 രൂപ. പ്രീതിക്ക് 11,080 രൂപ. ബൈ പ്രീതി. ലാസ്റ്റ് വൺ ആരാ? ബൈ മീര 5,790. ബൈ മീര 5,790. അപ്പം ഇതിലെന്താ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. സോ നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താണ് ബൈ ബാലൻസ്? ക്യാഷിന്റെ ബാലൻസ് എത്ര? 7,000 രൂപ. കണ്ടോ? നമ്മുടെ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് ഇവിടെ 7,000 ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തു. ഇനി എന്ത് ചെയ്തു? നമ്മുടെ റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ 24,790 എന്ത് ചെയ്തു? നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. ഡെബിറ്റ് സൈഡിൽ. ഇനി എന്ത് ചെയ്തു? ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ 2,850 ഉണ്ട് ക്യാഷ്. അഥവാ നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു ഒഴിവാക്കി എത്ര? 2,850 രൂപ. സോ അത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി നേരത്തെ. എത്ര? 2,850 രൂപ. എന്താണ്? ബൈ റിയലൈസേഷൻ. എത്രയാണ്? ബൈ റിയലൈസേഷൻ ഉണ്ടാ. ഇനി എന്താണ് പിന്നെ ഉള്ളത്? നമ്മുടെ ഈ സൈഡ്, രണ്ട് സൈഡും കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ ഉള്ളത് എന്താണ്? പാർട്ട്നേഴ്സിന്റെ ബാലൻസ് കൊടുക്കുന്നതാണ്. സോ അത് നമ്മൾ റെക്കോർഡ്. ഇത് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ആയിരിക്കും കിട്ടുക. അതോ നോക്കാം. ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുന്നത് എങ്ങനെ? 30, 80, 70, 90, 50. എത്ര? 140, 170, 250. സോ 50, 2, 250, 2, 9, 9, 7, 9, 8 എത്ര? 7. സോ 7. ഇവിടെ 1 വരും. ദെൻ 3, 3, 5, 3, 5, 8, 8, 2, 10, 11, 1 വരും. 1, 1, 3, 31,750. അഥവാ ക്രെഡിറ്റ് സൈഡ് മൊത്തം 31,750. ഉറപ്പാ മക്കളെ? 31,750. അതേ സെയിം എമൗണ്ട് ആയിരിക്കും ഇവിടെ വരിക. കണ്ടോ? 24,750, 7,000 എത്ര? 31,750. കണ്ടോ? ക്യാഷ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ? ഇല്ല. അതായത് ക്യാഷ് അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ്, ആ ബാലൻസ് ആയിരിക്കും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവുക. സോ രണ്ടും കൂടി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ടാലി ആകും. സെറ്റല്ലേ? ഇതാണ് നമ്മുടെ റിയലൈസേഷൻ ഉറപ്പായിട്ടും 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ജേണൽ എൻട്രീസ് ഉണ്ട്. അഥവാ ഈ ജേണൽ എൻട്രീസ് ചിലപ്പോൾ ചോദിക്കും. അഥവാ നമ്മുടെ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ്. കാരണം അസറ്റ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കല്ലേ. സോ അസറ്റിനൊക്കെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിയലൈസേഷൻ ഡെബിറ്റ് ചെയ്ത് അസറ്റിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. സോ ഇവിടെ എന്താ വരിക? ഇവിടെ നമ്മൾ എത്ര അസറ്റ് ഉണ്ട്? ഇവിടെ 4 അസറ്റ് ഇല്ലേ? സോ എന്താ എൻട്രി വരിക? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സ്റ്റോക്ക് ടു ഡെപ്റ്റ് ടു ഫർണിച്ചർ ടു പ്ലാന്റ്. അപ്പം ഓരോന്നിനും ഓരോ എൻട്രി വേണ്ട, ടോട്ടലി ഓരോ എൻട്രി മതി. അതുപോലെ ലയബിലിറ്റീസിനെ നമ്മൾ റിയലൈസേഷനിലേക്ക് മാറ്റുമ്പോൾ ലയബിലിറ്റീസിനെ ഡെബിറ്റ് ചെയ്ത് റിയലൈസേഷനെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി അസറ്റ് വിൽക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ. ലയബിലിറ്റീസ് കൊടുത്തു ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റീസ് കൊടുത്ത് ഒഴിവാക്കുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക്. അഥവാ അസറ്റോ ലയബിലിറ്റീസോ വിൽക്കുകയോ കൊടുത്ത് ഒഴിവാക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യില്ല? നമ്മൾ അസറ്റിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യില്ല. പകരം അസറ്റിന് പകരം റിയലൈസേഷന് കൊടുക്കുക, ലയബിലിറ്റീസിന് പകരം റിയലൈസേഷൻ ചെയ്യുക. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നവരെ അസറ്റിൻ്റെ പേര് എഴുതിയാൽ മതി. അഥവാ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ അസറ്റിൻ്റെ പേര് എഴുതിയാൽ മതി. പിന്നെ അസറ്റിൻ്റെ പേര് എഴുതണ്ട. പിന്നെ ഒരു അസറ്റ് ഒരു പാർട്ട്ണർ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ട്ണറെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് റിയലൈസേഷന് ഡെബിറ്റ് ചെയ്യുക. ഇനി ഒരു ലയബിലിറ്റി ഒരു പാർട്ട്ണർ എടുക്കുകയാണെങ്കിൽ റിയലൈസേഷൻ ഡെബിറ്റ് ചെയ്യുക, പാർട്ട്ണറെ ക്യാപിറ്റലിന് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് വരികയാണെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മുടെ ഫേം പേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് വരും. ഇനി ഈ റിയലൈസേഷൻ അക്കൗണ്ട് ഒരു പാർട്ട്ണറാണ് അടക്കുന്നതെങ്കിൽ, അഥവാ ഫേമിന് പകരം പാർട്ട്ണർ ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ചില കേസ് ഉണ്ടാകും. അഥവാ റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മുടെ ഫേം അടച്ചു, നമ്മുടെ ബിസിനസ്സാണ് റിയലൈസേഷൻ എക്സ്പെൻസ് അടച്ചത്, പക്ഷേ അതൊരു പാർട്ട്ണർക്ക് വേണ്ടി അടച്ചത്. അഥവാ പാർട്ട്ണറെ പകരം ഫേം അടച്ചു. സോ അങ്ങനെ ആകുമ്പോൾ എന്താ കേസ് വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. നേരത്തെ ക്യാപിറ്റലിന് ക്രെഡിറ്റ്, പാർട്ട്ണർ അടക്കുമ്പോൾ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. പക്ഷേ പാർട്ട്ണർക്ക് വേണ്ടി ചിലപ്പം ഫേം എടുക്കുകയാണെങ്കിൽ പാർട്ട്ണറെ
പേര് ചെയ്തണ്ട. പക്ഷേ പാർട്ട്ണർക്ക് പകരം ഫേം അടക്കുകയാണെങ്കിൽ പാർട്ട്ണർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക ടു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുക. ഇനി ഏതെങ്കിലും റിയലൈസേഷൻ്റെ സമയത്ത് പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ അഥവാ റിയലൈസേഷൻ ഫുള്ള് ചെയ്ത ഒരു പാർട്ട്ണറാണെന്ന് വിചാരിക്കാം. ഈ റിയലൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും പാർട്ട്ണർ ഏറ്റെടുത്ത് പറയുക. അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർ എന്ത് ചെയ്യുക, അതിനൊരു എമൗണ്ട് നമ്മൾ കൊടുക്കും, പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ റിയലൈസേഷൻ ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യുക. ഇനി റിയലൈസേഷൻ അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റ് നമ്മൾ എവിടെയും റെക്കോർഡ് ചെയ്യേണ്ട, പക്ഷേ അതിനെ വിൽക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. സോ ആ അസറ്റ് വിൽക്കുമ്പോൾ റിയലൈസേഷൻ അസറ്റ് അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ. ഇനി അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മൾ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം, പക്ഷേ അത് സെറ്റിൽ ആ ലയബിലിറ്റി നമ്മൾ കൊടുത്ത് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് കൊടുക്കണം. ഇനി പ്രോഫിറ്റോ ലോസോ ആണെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ ആണ്. ഇനി നമ്മുടെ റിസർവ് ഉണ്ടെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചാണ്, റിസർവ് എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനിയാണ് നമ്മുടെ ഒരു അസറ്റ് ഉണ്ട്, ഒരു അസറ്റും ഒരു ലയബിലിറ്റീസ് ഉണ്ട്. സോ ആ ലയബിലിറ്റി ഉള്ള ആൾ അഥവാ നമുക്കൊരാൾക്ക് പൈസ കൊടുക്കാണ്ട് അയാൾ പറഞ്ഞു നിങ്ങൾ എനിക്ക് പൈസ തരേണ്ട, പകരം ഞാൻ ആ അസറ്റ് എടുത്തോളാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു എൻട്രി നമ്മൾ ചെയ്യേ വേണ്ട. അതായത് അയാൾ ഏറ്റെടുത്ത ആ എമൗണ്ടിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്തു, ഒരാൾക്ക് 8000 രൂപ കൊടുക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ ഇത് ലയബിലിറ്റി ആട്ടോ, ലയബിലിറ്റി. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു സ്റ്റോക്ക് ഉണ്ട്, എത്ര 3500 രൂപൻ്റെ. അപ്പോൾ ഇയാൾ പറഞ്ഞു അല്ല 3000 ഒരു 8500 രൂപ വിലയിലൊരു സ്റ്റോക്ക് ഉണ്ട് വിചാരിക്കാം. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട, പകരം ഞാൻ ഈ സ്റ്റോക്ക് എടുത്തോളാം. അപ്പോൾ രണ്ടും നമ്മൾ എഴുതണ്ട. നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇവരെ ജസ്റ്റ് റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി, വേറൊരു കാര്യം എഴുതണ്ട. അതായത് ഈ എൻട്രി നമ്മൾ വിറ്റ് ഒഴിവാക്കുന്നത് കൊടുത്ത് ഒഴിവാക്കുന്ന ഒരു കാര്യം എഴുതണ്ട. ഇനി ഈ 8500 ഐറ്റം ഉണ്ടല്ലോ, ഇത് 7500 വില വിചാരിക്കും. അയാൾ പറഞ്ഞു നഷ്ടമാണെങ്കിലും പ്രശ്നമല്ല, ഈ എമൗണ്ട് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും റെക്കോർഡ് ചെയ്യണ്ട. ഇനി ഇത് 8500 അയാൾ പറഞ്ഞു 8000 ഞാൻ 8000 സാധനം എടുത്തോളാം, ബാക്കി 500 ഞാൻ തരാമെന്ന് പറഞ്ഞു. അതായത് 8500 സാധനം ഇയാൾക്ക് 8000 കൊടുക്കാനുള്ളൂ, 500 അയാൾ എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 500 മാത്രം റെക്കോർഡ് ചെയ്താൽ മതി, എക്സ്ട്രാ വന്ന പൈസ. ഇനി 7500 പൈസ എന്ന് വിചാരിക്കാം. അയാൾ പറഞ്ഞു ആ 7500 സാധനം ഞാൻ എടുക്കാം, പക്ഷേ എക്സ്ട്രാ ഞങ്ങൾ 500 ആണ്, കാരണം എനിക്ക് 500 നഷ്ടമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ കൊടുക്കുന്ന 500 എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. സോ അയാൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ സാധനം എടുത്തിട്ട് എക്സ്ട്രാ പൈസ ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ വേറെ എൻട്രി ഒന്നും ചെയ്തണ്ട. ഇനി ചില കേസ് ഉണ്ടാകും, അഥവാ ഒരു ലയബിലിറ്റി 8000, നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ 4000. ഇയാൾ പറഞ്ഞു 4000 സ്റ്റോക്ക് ഞാൻ ഏറ്റെടുത്തു, പക്ഷേ ബാക്കി പൈസ എന്ത് ചെയ്യണം, എനിക്ക് തരണം. അപ്പോൾ ബാക്കിയുള്ള പൈസ മാത്രം തരാൻ മതി, അവിടെ കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ എൻട്രിയും കാര്യങ്ങളും വരാം. സെറ്റല്ലേ? സോ ഈ ജേണൽ എൻട്രിയും ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെന്താ ഉള്ളത്, ക്യാഷ് അക്കൗണ്ടും, ഇതിൻ്റെ ജേണൽ എൻട്രിയും, ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നേഴ്സും പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ എങ്ങനെയാണോ ഫസ്റ്റ് നമ്മൾ ആരെ കടമാണ് കൊടുത്ത് ഒഴിവാക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ എക്സാമിന് ചോദിക്കുക. നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ക്ലാസ് ഇഷ്ടമായി നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടുതൽ ആൾക്കാർക്ക് ഇത് എത്തിക്കണം. സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. അതുവരേക്കും ബൈ ബൈ.